സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. സുഭാഷിതം. ദൈവത്തിന്റെ മക്കൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത യെശയ്യാവ് 63 അധ്യായം 8 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവർ എന്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. For he said, surely they are my people, children who will not lie. So he became their savior. ദൈവവും അവന്റെ ജനവും തമ്മിലുള്ള ബന്ധത്തിൽ സത്യത്തിന്റെയും സത്യസന്ധതയുടെയും പ്രാധാന്യമാണ് ഈ വാക്യം എടുത്തു കാണിക്കുന്നത്. വളരെ ലളിതമായ ഒരു വാക്യമാണിത്, എങ്കിലും ഇതിന്റെ ആഴം നാം ഗ്രഹിക്കേണ്ടതുണ്ട്. സർവജ്ഞാനിയായ ദൈവമാണ് തന്റെ മക്കളെക്കുറിച്ച് ഈ സാക്ഷ്യം പറയുന്നത്. തീർച്ചയായും അവർ എന്റെ ജനമാണ്, കള്ളം പറയാത്ത മക്കൾ. അങ്ങനെയുള്ള മക്കൾക്കാണ് ദൈവം രക്ഷകനായി തീരുന്നത്. ദൈവത്തിന് ഒരിക്കലും പറയാൻ കഴിയാത്തതും സഹിച്ചുകൂടാത്തതുമായ ഒന്നാണ് ഭോഷ്ക്, അല്ലെങ്കിൽ കള്ളം, കപടം, വഞ്ചന. ഇതൊക്കെ 10 കൽപ്പനയിൽ ഒരു കൽപ്പനയായിട്ട് തന്നെ ദൈവം തന്റെ മക്കൾക്ക് അത് കൊടുത്തിരുന്നു. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. ഭോഷ്കും കള്ളവും കപടവും ഒക്കെ ദൈവം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണെന്ന് നാം മറന്നു പോകരുത്. യഹോവയ്ക്ക് വെറുപ്പും അറപ്പും ഉള്ളവയെ കുറിച്ച് സദൃശവാക്യങ്ങൾ 6:16 മുതൽ 19 വരെ എഴുതിയിട്ടുണ്ട്. അതിൽ വ്യാജമുള്ള നാവും ഉൾപ്പെട്ടിരിക്കുന്നു. 12:22 പറയുന്നു, വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. നേരായി നടക്കുന്നവനാണ് യഹോവ ഭക്തൻ. സഖരിയ പ്രവചനം 8:17 വായിക്കുന്നത്, നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പഴയ നിയമത്തിൽ ഉടനീളം സത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ പുതിയ നിയമത്തിൽ എത്രയോ അധികമായി നാം സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. യേശു കർത്താവ് സത്യമാകുന്നു. യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പിന്നീട് നമ്മെ ഭരിക്കേണ്ടതും സത്യമായിരിക്കണം. ചിലര് പറയാറുണ്ട്, ഞാൻ പറഞ്ഞത് വലിയ കള്ളമൊന്നുമല്ല, ചെറിയ ഒരു വാക്ക്. ദൈവത്തിന്റെ മുൻപാകെ ചെറിയ കള്ളവും വലിയ കള്ളവുമില്ല. ദൈവം ഒരുപോലെ കണക്കാക്കുന്നു. അറിഞ്ഞും അറിയാതെയും നാം കള്ളം പറയുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു ഉദാഹരണം പറയട്ടെ. ജോലി സ്ഥലത്ത് നിന്ന് പിതാവിനൊരു ഫോൺ വന്നത് കുഞ്ഞുങ്ങൾ ആരെങ്കിലും എടുത്തെന്നിരിക്കാം. അത് മനസ്സിലാക്കിയ പിതാവ് ഒരുപക്ഷെ കുട്ടിയോട് പറഞ്ഞേക്കാം, ഞാനിവിടെ ഇല്ലെന്ന് നീ അങ്ങ് പറഞ്ഞേരേ എന്നുള്ള ആംഗ്യം. കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ പറയിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിച്ചെന്നിരിക്കാം. മത്തായി 5:37 യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. വളരെ വ്യക്തമായി ഈ കാര്യം യോഹന്നാൻ 8:44 യേശു കർത്താവ് തന്നെ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. വീണ്ടും മത്തായി 12:36 പറയുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. യേശുക്രിസ്തു സത്യമാണ്. ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഭോഷ്ക് പറയുവാൻ കഴിയുകയില്ല. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായു സംസാരിക്കുന്നത്. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ആകയാൽ സമർപ്പിക്കാം.
കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് സത്യം സംസാരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. ഹാ, എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരെന്റെ ചുറ്റും